ഏറ്റവും സ്നേഹവുമായും പ്രിയപ്പെട്ടവരുമായ പത്രപ്രവർത്തകരെ, വിഷ്വൽ മീഡിയ ടീമുകളെ, പി ടി പ്രസിഡന്റ് ശ്രീ ആർ ഡി കുമാർ സാർ, മുനിസിപ്പൽ പൊടിവിഷയമ രക്ഷകർത്താക്കളെ, കുറച്ച് വിദ്യാർത്ഥികളെ കാണാനും അതിൻ്റെ ഇൻസ്പിറേഷൻ ആകാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഇന്നത്തെ താരങ്ങളായിട്ട് നിങ്ങളുടെ മുൻപില് നിങ്ങളെല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യുക. സ്വാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 അക്ഷരത്തിന് വലിയ അർത്ഥമാണ്. അത് സ്വന്തമായിരിക്കണം, മുന്നോട്ടുള്ള പോക്കിന് സഹായകമാകണം. അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഒരു ഭാഷയാണ് സ്വാഗതത്തിൽ. We, the students of Brooke International School, and myself, Bhavya S. Nair of Standard 10, and myself, Kati Pradeep of Standard 9, are here to present our project titled Brooklens. For Brooklens എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഗൂഗിൾ ലെൻസിനെ മിമിക് ചെയ്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷന്റെ മേജർ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ്ലി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഈസിലി ഹാൻഡ് ചെയ്ത് മൈനർ സ്റ്റെപ്സിലൂടെ മേജർ ഇൻഫർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആയാലും ഇമേജ് ആയാലും ടെക്സ്റ്റ് ആയാലും അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് അത് എങ്ങനെയാണോ ഈ ഒരു ആപ്ലിക്കേഷൻ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത്, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ആ ഒരു രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്താണ് ഈ ഒരു ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത്. നാമിങ്ങനെ കാണപ്പെടുന്ന മൃഗങ്ങളെ സ്ഥലത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായി അവയ്ക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു ശബ്ദ തരംഗം പുറത്തുവിടുകയും അവയുടെ കേട്ട് അവരുടെ ഗതി നിയന്ത്രിക്കുകയും അവ വഴി മാറി പോവുകയും ചെയ്യുന്നു. ഇതിന്റെ ടെക്നിക്കൽ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് IoT കമ്പ്യൂട്ടറേഷനും സംയോജിപ്പിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറയുടെ വീഡിയോ പ്രോസസ് ചെയ്യുന്നതിൽ അവിടെ OpenCV ആണ് ഉപയോഗിക്കുന്നത്. വരുമ്പോൾ അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉപയോഗിക്കും. ആ മൊഡ്യൂളാണ് 14 to 50 കിലോഹെർട്സിന്റെ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങൾ വിടും. ഈ വോയിസ് ഈ ആനിമൽസിന് ഇറിറ്റേഷൻ ആണ്. ഈ സംരക്ഷണത്തിനും മനുഷ്യങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇനി ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ സ്ഥലമാണ്. ഈ വളരെ കൂട്ടിനനുസരിച്ച് അത് ജനങ്ങളിലേക്ക് എത്തുകയും വീടുകളിലേക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ തദ്ദേശീയമായിട്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ കഴിയുമോ? നമുക്ക് അവിടുത്തെ ഡേറ്റ കളക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആനിമൽസിന്റെ ഡേറ്റ സെറ്റ് വഴി നമുക്ക് ട്രെയിൻ ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഉപയോഗപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും മറ്റേതൊരു പ്രകാശ വസ്തുവിനെയായും ബ്രൈറ്റ്നസ് കൂട്ടുവാനും കുറയ്ക്കുവാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഞങ്ങളുടെ AI ബ്രൈറ്റ്നസ് കൺട്രോളിംഗ് സിസ്റ്റം. വളരെ എളുപ്പത്തിൽ ഇത് സ്ഥാപിക്കുവാൻ കഴിയും. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാമറ വഴി ശേഖരിക്കുന്ന വീഡിയോ ഇൻപുട്ടുകൾ നാം നേരത്തെ തന്നെ നമ്മുടെ വീടുകളിലെ ക്യാമറകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് കാണിക്കുന്ന ജസ്റ്ററുകൾ മനസ്സിലാക്കിയാണ് ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നത്. എക്യുപ്മെന്റ്സ്, ക്യാമറ, അല്ലെങ്കിൽ മോഷൻ കൺട്രോളർ, മൈക്രോ കൺട്രോളർ, LED ലൈറ്റ്സ് ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. നിങ്ങൾക്കെല്ലാം പരിചിതമാണ് അലക്സ. അലക്സയുടെ നിർമ്മിച്ച ഒരു വോയിസ് അതിന് ESP മൊഡ്യൂൾ ഉപയോഗിച്ച് വോയിസ് കമാൻഡുകൾ അടിസ്ഥാനമാക്കി ഇലക്ട്രിക് സിസ്റ്റം നിർമ്മിക്കുന്നു. മൈക്രോഫോൺ ഇത് കമ്പ്യൂട്ടർ ESP മൊഡ്യൂളിൽ തന്നെ നമ്മുടെ മൈക്രോ കൺട്രോളർ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ESP ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്റർനെറ്റ് വഴി നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു AI പേഴ്സണൽ ഇന്റലിജന്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ ബോർഡാണ്. നമ്മുടെ ഈ ബോർഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരാളുടെ ഐഡന്റിഫൈ ചെയ്യുകയും ആ ആളുടെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഓപ്പണിറ്റിംഗ്സ് തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് OpenCV ആണ്. OpenCV ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ വഴി കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയും
മോഷൻ കാണിക്കുന്ന പല അധികം ഫീച്ചേഴ്സ് ഉള്ളതാണ് ഈ ഓപ്പൺ സി. അല്ല നമ്മൾ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ജെമിനി API ആണ്. ജെമിനി API എന്ന് പറയുമ്പോൾ നമുക്ക് ജെമിനി ആയിട്ടുള്ള കോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ സ്പെസിഫിക് API കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ചെയ്യുമ്പോഴേ നമ്മുടെ ആധാർ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മെസ്സുകളുടെ എല്ലാം എടുക്കുമല്ലോ, അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. എല്ലാവർക്കും ആധാറുണ്ട്, കൂടുതൽ പഠിക്കുന്ന UID ഉണ്ട്. അപ്പം ആ കുട്ടികളുടെ ഈ കണ്ണിന്റെയും കൈകളുടെയും കണക്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ആ ഒരു ലെൻസിന്റെ ആ ഒരു ആകൃതിയും അതിന്റെ ആ ഒരു ഫോട്ടോയുടെ ഫീച്ചർ വ്യത്യസ്തമാണ്. ഓരോ കണ്ണും വ്യത്യസ്തമാണ്. അവരുടെ സൈസിന്റെ ഡയമെൻഷന്റെ വ്യത്യസ്തമാണ്. നമ്മുടെ മുഖത്തിലെ ഓരോ പാറ്റേൺസും വ്യത്യസ്തമാണ്. നമ്മുടെ കൈയുടെ പാറ്റേൺസ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്ക് ചെറുപ്പം ചെയ്യാം. ആ ഒരു ഡേറ്റ നമുക്ക് എടുക്കണമെന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരുടെയും കണ്ണിന്റെ ഇമേജ് എടുത്ത് ഒരു 500 ഇമേജ് പുറത്തെങ്കിലും വേണം ഒരാൾ. From Root International School studying 8th standard, we are here to present an innovative project named Gesture Control APT. This is useful in every pieces. So now let's get started. ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത് സ്മാർട്ട് ലൈഫ് സിസ്റ്റം ആണ്. ഇത് നമ്മുടെ വീട്ടിൽ ഗാഡ്ജറ്റ്സ്, അതായത് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടാബുകൾ എന്നിവയുടെ ക്യാമറകൾ ഉപയോഗിച്ച് AI-യുടെ ഹെൽപ്പോട് കൂടി നമ്മൾ ബൾബുകൾ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. ഇത് വർക്ക് ചെയ്തെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്യാമറയിൽ നമ്മുടെ കൈകൾ കൊണ്ട് അക്കങ്ങളും ആംഗ്യങ്ങളും കാണിക്കുന്നു. അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിലൂടെ ഓപ്പൺ CV എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് മനസ്സിലാക്കുകയും നമ്മൾ എന്താണോ നിർദ്ദേശം കൊടുക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ ഇത് 1 കാണിക്കുമ്പോൾ 2 കാണിക്കുന്നത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ബൾബുകൾ ഓൺ ആവുകയാണ്. 0 കാണിച്ചാൽ എല്ലാ ബൾബും ഓൺ ഓഫ് ആകും. 2 കാണിക്കുമ്പോൾ അതിനെ ഞാൻ പറഞ്ഞു ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ യോഗ സഹായിക്കും. പക്ഷേ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള യോഗാഭ്യാസമില്ലാതെ യോഗ പരിശ്രമിച്ചാൽ അത് നമ്മൾക്ക് പരിപ്പ് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ സുഹൃത്തുക്കളുടെ നിന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ AI-യുടെ സഹായത്തോടെ ഇങ്ങനെ ഒരു യോഗാഭ്യാസമില്ലാതെ നിങ്ങൾക്ക് യോഗ പഠിക്കാൻ കാണിച്ചു തരാനാണ് പോകുന്നത്. ആദ്യം നമ്മൾ ടീച്ചബിലിറ്റി എന്ന ഒരു ആപ്പ്, അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട 2 യോഗകൾ ഒരു പ്രൊഫഷണൽ യോഗാഭ്യാസം ചെയ്യുന്ന 300-ലധികം സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് തുടങ്ങി കഴിഞ്ഞു. നമ്മളിപ്പോൾ അതിനൊരു ഫോറിനറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സബ്ജക്ട്സ് ഉണ്ട്. അവർക്ക് അതിന്റെ കൂടെ തന്നെ CBSE അഡീഷണൽ സ്കിൽ സബ്ജക്ട്സ് പഠിക്കാൻ അവർക്ക് അവസരമുണ്ട്. അപ്പൊ നമ്മളിവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കിൽ സബ്ജക്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. സോ ആ ബേസിലാണ് കുട്ടികൾ. പിന്നെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് നീതി ആയോഗിന്റെ നമുക്ക് ഫണ്ട് ഉണ്ടായിരുന്നു. 20 lakhs ഫണ്ട് ബേസിൽ നമ്മൾ അഡൽട്ട് ടിങ്കറിംഗ് ലാബ് ഇൻസ്റ്റാൾ ചെയ്തു. അതിപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് 4 years കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ ബേസിലാണ് നമ്മൾ എല്ലാ വർഷവും ഗവൺമെന്റിന്റെ കഴിഞ്ഞ മാർച്ചിൽ നമ്മളായിരുന്നു നീതി ആയോഗിന്റെ ബെസ്റ്റ് പെർഫോമിംഗ് സ്കൂളും നമ്മളായിരുന്നു. റൂട്ട് ഇന്റർനാഷണൽ സ്കൂളിലാണ് ബെസ്റ്റ് പെർഫോമിംഗ് സ്കൂൾ ഓൾ ഓവർ ഇന്ത്യയിൽ തിരഞ്ഞെടുത്തു. അത് നമ്മുടെ പ്രോജക്റ്റ്, അത് ഓരോ മാസവും നമ്മൾ AI ബേസ് ചെയ്യുന്ന പ്രോജക്ട്സ് നീതി ആയോഗിന് പ്രസന്റ് ചെയ്യും. സോ അവരത് പഠിച്ചിട്ടാണ് അവർ സർട്ടിഫൈ ചെയ്യും. ഓരോ മാസങ്ങളെ സ്കൂളിനെ സർട്ടിഫൈ ചെയ്യും. നമ്മൾ ഈ പ്രോജക്ട്സ് നമ്മൾ അവിടെ ഇത് സർട്ടിഫൈ ചെയ്യുന്ന പ്രോജക്ട്സ് ആണ്. പ്രോഗ്രാമാണ് WR, അതായത് വേൾഡ് റോബോട്ടിക് ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ ആണ്. ദാറ്റ്സ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ. അതിന്റെ ഫസ്റ്റ് ലെവൽ വരുന്നത് നമ്മുടെ ഇന്ത്യ നാഷണൽ കോമ്പറ്റീഷൻ ലെവലിലാണ്. നമ്മുടെ ടീം അതിൽ 2 ടീം രജിസ്റ്റേർഡ് ആണ്. അപ്പം രജിസ്ട്രേഷൻ അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോജക്ട്സ് നമ്മൾ അതിൽ പ്രസന്റ് ചെയ്യും. അതിൽ വിൻ ചെയ്യുന്ന ടീമിനെ ടോക്കിയോയിൽ വെച്ച് അതിന്റെ ഫൈനൽ ഉണ്ട്. അതൊരു സെപ്റ്റംബർ ഒക്കെ ആയിട്ട് വരും. അപ്പം ഇവിടുത്തെ ലെവൽ കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം നമ്മൾ ഈ വർഷം അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. WR വേൾഡ് റോബോട്ടിക് ഓർഗനൈസേഷന്റെ കോമ്പറ്റീഷൻ. ഈ വർഷം 1ാം ക്ലാസ് തൊട്ട് നമ്മൾ AI തുടങ്ങിയിട്ടുണ്ട്. അപ്പം പല പേരൻസും ഇപ്പം സാർ നിങ്ങൾക്ക് ഒരു സംശയമാണ് 1ാം ക്ലാസ് തൊട്ട് എടുത്താണ് വെച്ചാൽ കുഞ്ഞുങ്ങൾ ആദ്യമേ പഠിച്ചു വരുന്നത്. ഇപ്പം ആദ്യം കേൾക്കുന്ന വാക്കുകളാണ് അവിടെ ഏറ്റവും വലിയ. അമ്മേന്ന് ആദ്യം കേൾക്കുമ്പോൾ അതൊരിക്കലും
ഒരിക്കലും മറക്കാറില്ല. അപ്പൊ സ്കൂളിൽ വന്നു തുടങ്ങുമ്പോഴാണ് ഈ വാക്കുകൾ കേട്ട് പഠിക്കുമ്പോൾ അതെന്നും അവർ ഓർമ്മയിൽ വരും. നമ്മൾ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ വന്നതിനും ഈ കുട്ടികളെ എത്രമാത്രം എൻകറേജ് ചെയ്തതും അച്ഛൻ്റെ പേരും സ്കൂളിന്റെ പേരും കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ പേരും എല്ലാ കുട്ടികളുടെ പേരും നന്ദിയാണ്. എനിക്കിനി നന്ദി പറയേണ്ടത് ഈ കുട്ടികളുടെ പേരൻസിനാണ്. ഒത്തിരി ജോലികൾ മാറ്റിവെച്ച് ലീവ് എടുത്ത് ഇവിടെ വന്നവരാണ്. എന്നുവെച്ചാൽ പേരൻസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നലെയും അവർക്ക് രാത്രി ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ വെച്ചാണ് അവർക്ക് ഫൈനലൈസ് ചെയ്തത്. അപ്പൊ അതിനെല്ലാം എൻകറേജ് ചെയ്തത് നമ്മുടെ പേരൻസ് ആണ്. പല പേരൻസിനും ലീവ് കിട്ടാത്തതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയിട്ടുമില്ല, അവർ അറിയിച്ചിട്ടുണ്ട്. സോ ഇവിടെ വന്ന് ഈ കുട്ടികളെ എൻകറേജ് ചെയ്ത എല്ലാ പേരൻസിനും ഞാൻ നന്ദി പറയുന്നു. ഒരേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ചിലപ്പോൾ ഒരു ടെക്നിക്കൽ സൈഡ് ആകുമ്പോൾ കൂടുതൽ ആൺകുട്ടികളാണ് മുന്നോട്ട് വരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഇവിടെ ഒരിക്കലും കാണാറില്ല. ഇതവിടെ എല്ലാ കുട്ടികൾക്കും ഇവരുടെ കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇനിയും കുറെ കുട്ടികളുണ്ട്. സർ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ കമ്പനിയിലാണ്. സോ സായിദ് സർ എല്ലാ ജോലിയും മാറ്റി വെച്ച് ഇവിടുത്തെ ഓഫീസിൽ ഞങ്ങളെല്ലാം പോയി സാറിന്റെ ATL ലാബിൽ സാർ കുട്ടികൾ കൊണ്ടുവരുന്ന പ്രോജക്ട്സ് കറക്റ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ചില സമയം സ്കൂൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ സാർ എടുത്തിട്ടുണ്ടാവും. സോ ഓൺ ബിഹാഫ് ഓഫ് ദ മാനേജ്മെന്റ് ആൻഡ് ഓൾ പ്രസന്റ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ് ഓൾസോ താങ്ക് യു സായിദ് സർ.